പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. തന്റെ അന്വേഷണവുമായി മുന്നിലേക്ക് പോകുകയാണ് മീനു. ഇതേ തുടർന്ന് കോഴിക്കോട് എത്തുകയും ചെയ്യുന്നു. എന്നാൽ ഇതിനിടയിൽ മീനു സൂരജിനെ അന്വേഷിച്ചു പോയി എന്നുള്ള കാര്യം അറിയാനിടയാകുന്ന പാർവതി മീനുവിനെ ഫോൺ ചെയ്യുകയാണ്. മീനു, നീ കോഴിക്കോട് പോയത് ശരിയായില്ല. അതെന്താ അമ്മേ? നീ എന്തിനാണ് അവനെ അന്വേഷിച്ച് അവിടേക്ക് പോകുന്നത്? ഞാൻ നിന്നോട് പറഞ്ഞതാണ് എൻ്റെ തീരുമാനം. ഇനി ഒരു വിവാഹം അവനുമായി നടക്കില്ല. ആ കാര്യത്തിൽ ഒരു സംശയവും നിനക്ക് വേണ്ട. അമ്മേ, സൂരജ് ഒരു തെറ്റും ചെയ്തിട്ടില്ല. അതൊന്നും ഇനി ഇവിടെ പറയേണ്ട ആവശ്യമില്ല. ഞാൻ കാര്യങ്ങൾ നിന്നോട് വ്യക്തമാക്കിയതാണ്. നീ ഉടൻ തന്നെ തിരിച്ചു വരണം. മനസ്സിലായോ? അമ്മേ, പറയുന്നത് കേൾക്കുന്നതിന് മുമ്പ് തന്നെ ഫോൺ കട്ട് ചെയ്ത് പാർവതി പോകുന്നു. ഇതോടെ തിരിച്ചടിയായിരിക്കുകയാണ് മീനുവിന്. മീനു ഇനി എങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകും എന്ന് ആലോചിക്കുകയാണ്. ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. പക്ഷേ സൂരജ് താമസിക്കുന്ന ലോഡ്ജ് കണ്ടെത്തിയതിനെ തുടർന്ന് സൂരജ് വരും എന്നുള്ള പ്രതീക്ഷയിൽ മുന്നിലേക്ക് പോവുകയാണ് അവൾ. ഒടുവിൽ പ്രതീക്ഷകൾ തെറ്റുന്നില്ല. സൂരജ് വന്നിരിക്കുകയാണ് ലോഡ്ജിലേക്ക്. അവിടെ വെച്ച് മീനുവിനെ കാണാൻ ഇടയാകുന്ന സൂരജ്, മീനു, നീ എന്താ ഇവിടെ? ഇതോടെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിക്കുകയാണ് സൂരജിനെ മീനു. സൂരജ് പറഞ്ഞത് കേൾക്കാനുള്ള മനസ്സ് പോലും ഞാൻ കാണിച്ചില്ല. അത് വളരെ വലിയൊരു തെറ്റ് തന്നെയാണ്. സൂരജിന് എന്താണ് പറയാൻ ഉള്ളത് എന്നുള്ള കാര്യം ഞാൻ കേൾക്കണമായിരുന്നു. ഇതിപ്പോൾ കാര്യങ്ങൾ ഞാൻ ചെയ്തത് ശരിയായില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ ഞാൻ ലജ്ജിക്കുന്നു. ഇനിയും എൻ്റെ ഭാഗത്ത് നിന്ന് എങ്ങനെയൊരു തെറ്റ് ഉണ്ടാവുകയില്ല. സൂരജിനോട് ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. അത് സാരമില്ല, എല്ലാം കഴിഞ്ഞില്ലേ. ഇനിയിപ്പോൾ എന്താ? നാട്ടിലേക്ക് വരണം. ഞാൻ വരും, പക്ഷേ കുറച്ച് സമയം അതെനിക്ക് വേണം. ഞാൻ അതിനുശേഷം നാട്ടിലേക്ക് വരാം. മുത്തശ്ശി കാത്തിരിക്കുകയാണ്. അതും എനിക്ക് അറിയാം. പക്ഷേ മുത്തശ്ശിയെ ഇപ്പോൾ ഫേസ് ചെയ്യാനുള്ള മനസ്ഥിതി എനിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇങ്ങനെ ഒഴിഞ്ഞുമാറി നിൽക്കുന്നത്. കുറച്ച് സമയം കാര്യങ്ങളെല്ലാം ശരിയാക്കിയതിനു ശേഷം ഞാൻ വരും. അതിലൊരു പ്രശ്നവുമില്ല. സൂരജിനെ എനിക്കിഷ്ടമാണ്. നമ്മുടെ വിവാഹം. മീനു, വിശ്വാസമില്ലാതെ വിവാഹം മുന്നിലേക്ക് കൊണ്ടുപോയിട്ട് ഒരു ഉപകാരവുമില്ല. അതുകൊണ്ട് തൽക്കാലത്തേക്ക് കാര്യങ്ങൾ ഇങ്ങനെ തന്നെ പോകട്ടെ എന്ന് സൂരജ് പറയുകയാണ്. ഇതേ സമയം സൂരജിന്റെ തിരിച്ചുവരവ് അറിയുകയാണ് ഇന്ദ്രജ. ഇതോടെ ഇന്ദ്രജ പകച്ചു പോകുന്നു. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.